ഹലോ എജു വേൾഡിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ CSEBയുടെയും അതേപോലെ JCയുടെയൊക്കെ ഡേറ്റൊക്കെ ഇങ്ങനെ അടുത്ത് വന്നിരിക്കുകയാണ് അല്ലേ. അപ്പോൾ എല്ലാവരും പ്രിപ്പയർ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മുടെ CSEBക്കൊക്കെ കണ്ടുവരുന്നിട്ടുള്ളതാണ് ഇംഗ്ലീഷിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. നമ്മുടെ ഇംഗ്ലീഷിൽ തന്നെ ടെൻസ്, അതേപോലെ അനോണിംസ്, സിനോണിംസ്, നമ്മുടെ പ്രിപ്പോസിഷൻസ് ഒക്കെ ബേസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ അങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ ഒക്കെ ചോദിച്ചിട്ടുള്ള അങ്ങനത്തെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ കോപ്പറേഷൻ സംബന്ധമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് എന്ന്. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഐ നീഡ് ടു കോൺസെൻട്രേറ്റ് ഡാഷ് മൈ വർക്ക്. ഐ നീഡ് ടു കോൺസെൻട്രേറ്റ് ഡാഷ് മൈ വർക്ക്. അപ്പം നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. ടു, ഫോർ, ഇൻ, ഓൺ. ഇതൊക്കെയാണ് നമുക്ക് തന്നിരിക്കുന്ന പ്രിപ്പോസിഷൻ ഓപ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഓൺ ആണ്. ഐ നീഡ് ടു കോൺസെൻട്രേറ്റ് ഓൺ മൈ വർക്ക്. ഓൺ ആണ് കറക്റ്റ് ആയിട്ടുള്ള പ്രിപ്പോസിഷൻസ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. He works dash an insurance company. He works dash an insurance company. പ്രിപ്പോസിഷൻസ് നോക്കി എന്തൊക്കെയാണ് വന്നിരിക്കുന്നത്? ഫോർ, അറ്റ്, വിത്ത്, ഇന്നൊക്കെയാണ് പ്രിപ്പോസിഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്താണ്? ഹി വർക്ക്സ് ഫോർ. ഹി വർക്ക്സ് ഫോർ എന്നാണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. ഹി വർക്ക്സ് ഫോർ ആൻ ഇൻഷുറൻസ് കമ്പനി. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഷീ സ്പെൻഡ് അവേഴ്സ് ഡാഷ് ദ ഫോൺ എവറി ഡേ. ഷീ സ്പെൻഡ്സ് അവേഴ്സ് ഡാഷ് ദ ഫോൺ എവറി ഡേ. അപ്പോൾ നമുക്ക് നോക്കിയ ഓപ്ഷൻസ് എന്തൊക്കെയാണ് വരുന്നതെന്ന്. അറ്റ് വരുന്നുണ്ട്, ഓൺ വരുന്നുണ്ട്, ഇൻ വരുന്നുണ്ട്, ഓഫ് വരുന്നുണ്ട്. അപ്പോൾ എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്? ഷീ സ്പെൻഡ്സ് അവേഴ്സ് ഓൺ ദ ഫോൺ എവറി ഡേ. ഓൺ എന്നാണ് കറക്റ്റ് ആയിട്ടുള്ള പ്രിപ്പോസിഷൻ വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. യു ഹാവ് ടു കോൾ ദ ഓഫീസ് ഡാഷ് വൺസ്. യു ഹാവ് ടു കോൾ ദ ഓഫീസ് ഡാഷ് വൺസ്. ഇത് കറക്റ്റ് ആയിട്ടുള്ള നമ്മുടെ പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത് യു ഹാവ് ടു കോൾ ദ ഓഫീസ് അറ്റ് വൺസ്. അറ്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ള പ്രിപ്പോസിഷൻസ് എന്ന് പറയുന്നത്. ദെൻ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ദ ടീച്ചർ എക്സ്പ്ലെയിൻഡ് the exercise dash the children. The teacher explained the exercise dash the children. എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? The teacher explained the exercise to the children. To എന്നാണ് കറക്റ്റ് ആയിട്ടുള്ള പ്രിപ്പോസിഷൻ ആയിട്ട് വരുന്നത്. The next question ഇതാണ്. He is good dash fixing things. He is good dash fixing things. കറക്റ്റ് ആയിട്ടുള്ള പ്രിപ്പോസിഷൻ എന്താണ്? He is good at fixing things. The next question ഇതാണ്. Ticket will be dash sales shortly. Ticket will be dash sales shortly. കറക്റ്റ് ആയിട്ടുള്ള പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത് ഓൺ ആണ്. ടിക്കറ്റ് വിൽ ബി ഓൺ സെയിൽ ഷോർട്ട്ലി. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഐ ഹാവിൻറ്റ് സീൻ ഹെർ ഡാഷ് ലാസ്റ്റ് ഇയർ. ഐ ഹാവിൻറ്റ് സീൻ ഹെർ ഡാഷ് ലാസ്റ്റ് ഇയർ. എന്താണ് കറക്റ്റ് ആയിട്ടുള്ള പ്രിപ്പോസിഷൻ വരുന്നത്? ഐ ഹാവിൻറ്റ് സീൻ ഹെർ സിൻസ് ലാസ്റ്റ് ഇയർ. സിൻസ് ലാസ്റ്റ് ഇയർ ആണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഷി ലിവ്ഡ് ഇൻ ലണ്ടൻ ഡാഷ് 3 years. ഷി ലിവ്ഡ് ഇൻ ലണ്ടൻ ഡാഷ് 3 years. എന്താണ് വരുന്നത്? ഷി ലിവ്ഡ് ഇൻ ലണ്ടൻ ഷി ലിവ്ഡ് ഇൻ ലണ്ടൻ ഫോർ 3 years ആണ്. 4 എന്നാണ് കറക്റ്റ് ആയിട്ടുള്ള പ്രിപ്പോസിഷൻ വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഷി ഈസ് ഡാഷ് ഹോളിഡേ നെക്സ്റ്റ് വീക്ക്. ഷീ ഈസ് ഡാഷ് ഹോളിഡേ നെക്സ്റ്റ് വീക്ക്. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള പ്രിപ്പോസിഷൻ വരുന്നത് ഷീ ഈസ് ഓൺ ഹോളിഡേ നെക്സ്റ്റ് വീക്ക് എന്നാണ്. അപ്പോൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസുകൾ CSEB എക്സാമിനൊക്കെ ചോദിക്കുന്നത് സാധാരണയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ വേണമെങ്കിൽ, അതായത് നമുക്ക് പ്രിപ്പോസിഷൻസ്, ടെൻസ്, അനോണിംസിൽ ചില ട്രിക്കുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ക്ലാസ്സുകൾ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അല്ലാതെ പല യൂട്യൂബേഴ്സും ഇതിനുള്ള ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. ഇംഗ്ലീഷിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നിങ്ങൾ അത് വാച്ച് ചെയ്തോളുക. അപ്പോൾ നമുക്കിനി കുറച്ച് കോപ്പറേഷൻസ് ക്വസ്റ്റ്യൻസുകൾ നോക്കാം എന്തൊക്കെയാണെന്ന് വരുന്നതെന്ന്. അപ്പം നമ്മുടെ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ദ ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസസ് അപ്പോയിൻറ്റഡ് എ സബ് കമ്മിറ്റി ഇൻ ഡാഷ് ഫോർ ദ ഫസ്റ്റ് റീഫോർമുലേഷൻസ് ഓഫ് പ്രിൻസിപ്പിൾ ഓഫ് കോപ്പറേറ്റീവ് സെക്ടർ.
നമ്മുടെ ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസസ് ആദ്യമായിട്ടൊരു സബ് കമ്മിറ്റീനെ അപ്പോയിൻമെൻറ്റ് ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിൻ്റെ റീഫോർമുലേഷൻസിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് ഏത് വർഷം എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നിങ്ങൾ നോക്കുക. അപ്പോൾ എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്? 1934 ആണ്. അപ്പം 1934 ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസസ് ആദ്യമായിട്ട് ഒരു സബ് കമ്മിറ്റിയെ കോപ്പറേറ്റീവ് സെക്ടറിലെ പ്രിൻസിപ്പിൾ റീഫോർമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രൂപീകരിച്ചിട്ടുള്ളത്. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ 1934. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ഡാഷ് ഈസ് ദ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഓഫ് ICA. ദ ഡാഷ് ഈസ് ദ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഓഫ് ദി ICA. ICAയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്താണ്? ഡയറക്ടർ ജനറലാണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്. സോ അപ്പോൾ നിങ്ങൾക്കുള്ളൊരു ക്വസ്റ്റ്യൻ ഇതാണ്. പ്രസൻറ്റ് ICAയുടെ പ്രസൻറ്റ് ഡയറക്ടർ ജനറൽ ആരാണെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കണ്ട കേട്ടോ. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ദ ഡാഷ് വാസ് സെറ്റപ്പ് ഇൻ 1963 by the central government by passing NCDC Act in 1962. അതായത് 1963 സെൻട്രൽ ഗവൺമെൻറ് NCDC Act 1962 പ്രകാരം എന്തോ ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട് താഴെ കൊടുത്തിരിക്കുന്നതിൽ. അത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എല്ലാവർക്കും വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ആൻസർ എന്ന് പറയുന്നത്? നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, അതായത് NCDC. അപ്പോൾ NCDC ആണ് നമ്മൾ 1963 എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ആരാണ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്? സെൻട്രൽ ഗവൺമെൻറ് എസ്റ്റാബ്ലിഷ് ചെയ്തു. ഏത് ആക്ട് പ്രകാരമാണ്? NCDC ആക്ട് 1962 പ്രകാരമാണ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഡാഷ് ഈസ് instrumental in implementing the novel schemes of Government of Kerala like distress purchase scheme, fiber subsidy scheme, price fluctuation fund, പ്രൈസ് സ്റ്റെബിലൈസേഷൻ സ്കീം എക്സെട്ര. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതോ ഒന്ന് ഗവൺമെൻറ് സ്കീംസുകളൊക്കെ ആയിട്ടുള്ള ഡിസ്ട്രസ് പർച്ചേസ് സ്കീം, അതേപോലെ ഫൈബർ സബ്സിഡി സ്കീം, പ്രൈസ് ഫ്ലക്ച്വേഷൻ ഫണ്ട്, പർച്ചേസ് പ്രൈസ് സ്റ്റെബിലൈസേഷൻ സ്കീം ഇവയൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നവയാണ്. അപ്പോൾ മിൽമ, കയർഫെഡ്, അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്, KSCHF ഇതൊക്കെയാണ് നമ്മുടെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ഇപ്പം നമുക്കിവിടെ ഇപ്പോൾ ഒന്നും അറിയില്ലെങ്കിൽ ഇവിടെ കീ ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഫൈബർ സബ്സിഡി സ്കീം നമുക്ക് കീ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? കയർഫെഡ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പോൾ നിങ്ങളിങ്ങനെ ഒന്നും നിങ്ങളുടെ മൈൻഡിൽ വരുന്നില്ലെങ്കിൽ അതിനായിട്ടുള്ള കീവേഡ്സുകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ആ ക്വസ്റ്റ്യനിൽ നോക്കുക. അപ്പോൾ നിങ്ങൾക്കതിന് ആൻസർ താഴെ കിട്ടും. അപ്പോൾ അങ്ങനെ ഇത് ചില ക്വസ്റ്റ്യൻസിന് മാത്രമാണ് കേട്ടോ. അറിയാത്ത ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അതിനുള്ള ഓപ്ഷനാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്തത് കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ മിസ്റ്റേക്ക് പറ്റിപ്പോൾ. അപ്പോൾ ഇതിൻ്റെ ആൻസർ കയർഫെഡ് ആണ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. 2 or more single purpose societies working closely together without losing their identity is called dash. അപ്പോൾ അതായത് 2 or more single purpose societies ഒരുമിച്ച് കൂടിച്ചേർന്ന് വർക്ക് ചെയ്യുന്നു. പക്ഷെ അവരെന്ത് ചെയ്യുന്നു? അവരുടെ ഐഡൻറ്റിറ്റി ഒന്നും ലോസ് ചെയ്യുന്നില്ല. ഫോർ എക്സാമ്പിൾ, അതായത് അവരുടെ തന്നെ പേരിൽ തന്നെ പ്രവർത്തിക്കുന്നു. ബട്ട് രണ്ടും ടൈപ്പ് ചെയ്തുകൊണ്ട് മാത്രമാണ്. അപ്പോൾ എന്താണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറഞ്ഞാൽ ലിങ്കപ്പ് സിസ്റ്റമാണ് അങ്ങനെ ചെയ്യുന്നത്. ലിങ്കപ്പ് സിസ്റ്റം. The next question നോക്കാം. The Dash Committee was appointed by the Planning Commission of India to prepare Model Cooperative Bill. ചോദിച്ചിട്ടുള്ളത് പ്ലാനിംഗ് കമ്മീഷൻ, അതായത് ഏതോ ഒരു കമ്മിറ്റിയെ പ്ലാനിംഗ് കമ്മീഷൻ അപ്പോയിൻമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് മോഡൽ ഓഫ് കോപ്പറേറ്റീവ് ബില്ല് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ഏത് കമ്മിറ്റി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റായിട്ടുള്ള ആൻസർ ബ്രഹ്മപ്രകാശ് കമ്മിറ്റിയാണ്. The next question ഇതാണ്. The report submitted by the Dash consisted of 2 volumes. The first contained model cooperative societies bill and rules, and the second volume contained model bylaws for various type of societies. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതോ ഒരു കമ്മിറ്റി 2 റിപ്പോർട്ടുകൾ സമർപ്പിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് റിപ്പോർട്ടുകൾ? ഒന്ന് മോഡൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ബിൽസ് ആൻഡ് റൂൾസും, രണ്ടാമത്തത് എന്ന് പറയുന്നത് മോഡൽ ബൈലോസ് ഫോർ വേരിയസ് ടൈപ്പ് ഓഫ് സൊസൈറ്റിയും. അത് ഏത് കമ്മിറ്റി എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്താണ്? കമ്മിറ്റി ഓൺ കോപ്പറേറ്റീവ് ലോ ഇൻ 1955 ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ബാക്കിയുള്ള ഓപ്ഷൻ നിങ്ങൾ നോക്കിക്കൊള്ളുക. ദെൻ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. The first marketing cooperative was organized at Dash in former Bombay province in 1915. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്താണ്? ഹൂബ്ലിയിലാണ് ഫസ്റ്റ് മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് എന്ന് പറഞ്ഞത് ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം.
The Dash Committee 1945 observed that the Act of 1912 needed revision in certain respect and recommended that the province in which the Cooperative Society Act of 1912 was in force should pass special act keeping in view their past experiences as the future needs of movement. വലിയൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇത് എത്രയേ ഉള്ളൂ. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതോ ഒരു കമ്മിറ്റി 1945 ഒബ്സർവ് ചെയ്തിരിക്കുന്നുണ്ട് 1912 ആക്ടിന് ഒരു റിവിഷൻ വേണം എന്നുള്ളത്. ഏത് കമ്മിറ്റി എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഏത് കമ്മിറ്റിയാണ്? കറക്റ്റായിട്ടുള്ള ആൻസറാണ് നമ്മുടെ സരയ്യ കമ്മിറ്റി എന്ന് പറയുന്നത്. ദെൻ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The main office of regional office for Asia and Pacific of ICA is at Dash. അതായത് നമ്മുടെ മെയിൻ റീജിയണൽ ഓഫീസ് ഏഷ്യ ആൻഡ് പസഫിക് ഓഫ് ICA ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. കറക്റ്റായിട്ടുള്ള ആൻസർ എന്താണ്? ന്യൂഡൽഹിയാണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. വന്നിട്ട് ഒരു മാച്ച് ദ ഫോളോയിങ് സൈസ് ആണ്. അപ്പോൾ സാധാരണ PSCകളിലൊക്കെ നമ്മൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുമ്പോൾ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നതാണ്. അല്ലാതെ നമ്മൾ 4 ഓപ്ഷൻ കൊടുത്തിട്ട് അതിൽ നിന്ന് ചിലപ്പോൾ കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായിരിക്കും. ഇതാകുമ്പോൾ ഇൻകറക്റ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾക്ക് ഇനി അപ്കമിങ് എക്സാമുകളിൽ പ്രതീക്ഷിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ കുറച്ച് കമ്മിറ്റികളും അതിൻ്റെ വർഷങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഇൻകറക്റ്റ് മാച്ച് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് കൊടുത്തിട്ടുള്ള കമ്മിറ്റികൾ? പാട്ടീൽ കമ്മിറ്റി 2001, വ്യാസ് കമ്മിറ്റി 2001 and 4, ലാൻഡ് ഇംപ്രൂവ്മെൻറ്റ് ലോൺ ആക്ട് 1883, അഗ്രികൾച്ചറിസ്റ്റ് ലോൺ ആക്ട് 1888. ഇതൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ നിന്ന് നമ്മൾ ഇൻകറക്റ്റ് ആയത് ഏതാണെന്നും കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്താണ് ഇൻകറക്റ്റ് ആയിട്ടുള്ളത്? അഗ്രികൾച്ചറിസ്റ്റ് ലോൺ ആക്ട് 1808 ആണ്. അപ്പോൾ VK പാട്ടീൽ കമ്മിറ്റി 2001 ഉണ്ടായത്. അതേപോലെ വ്യാസ് കമ്മിറ്റി എന്ന് പറയുന്നത് 2001 അപ്പോയിൻമെൻറ്റ് ചെയ്ത് 2004 റിപ്പോർട്ട് സമർപ്പിച്ചു. അതേപോലെ അഗ്രികൾച്ചറൽ ലോൺ ആക്ട് മാത്രം പാസ്സായതപ്പോഴാണ് 1884. ഇവിടെ 1888 ആണ് കൊടുത്തിരിക്കുന്നത്. 1888 ആണ് കൊടുത്തിരിക്കുന്നത്. അതാണ് റോങ് ആയിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് വാസ് ദ ഒബ്ജക്റ്റീവ് ഓഫ് നാഷണൽ പോളിസി ഓൺ കോപ്പറേറ്റീവ്സ് ഇൻ 2002? അതായത് നാഷണൽ പോളിസി ഓൺ കോപ്പറേറ്റീവ് 2002ൻ്റെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്താണ്? ഡി ആണ്. ഓൾ ദി എബവ് ആണ്. അപ്പോൾ 2002 നാഷണൽ പോളിസി ഓൺ കോപ്പറേറ്റീവ്സിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണെന്ന് ആദ്യത്തെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൊവൈഡ് സപ്പോർട്ട് ഫോർ പ്രൊമോഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് കോപ്പറേറ്റീവ്സ്. കോപ്പറേറ്റീവ്സിൻ്റെ പ്രൊമോഷൻ ആൻഡ് ഡെവലപ്മെൻ്റ് ആണ് ഒന്നാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് റിഡക്ഷൻ ഓഫ് റീജിയണൽ ഇംബാലൻസസ് മൊത്തം ഒന്ന് റെഡ്യൂസ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് വൺ ആണ് സ്ട്രെങ്തനിങ് ഓഫ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ്. അതായത് നമ്മുടെ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ, ട്രെയിനിങ്, അതേപോലെ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻ്റ് ഒക്കെ ഒന്ന് സ്ട്രെങ്തൻ ചെയ്യുക എന്നതാണ് 2002 നാഷണൽ പോളിസി ഓൺ കോപ്പറേറ്റീവ്സിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. സോ ഇത്രയൊക്കെയാണ് നിങ്ങളെ ക്വസ്റ്റ്യൻസ്, ഇന്നത്തെ ക്വസ്റ്റ്യൻസ്. മറ്റുള്ള ക്വസ്റ്റ്യൻസുമായി നമുക്ക് മറ്റൊരു ദിവസം കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.